എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 1953 രൂപീകൃതമായ അമലോത്ഭവ ദേവാലയമാണ് കൈതാരം മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയം. ഇപ്പോൾ ഫാദർ അൻസിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഈ ദേവാലയത്തിലെ 267ഓളം കുടുംബങ്ങളും 1100ഓളം വിശ്വാസികളും ഉണ്ട്. ഈ ദേവാലയത്തിലെ സൺഡേ സ്കൂൾ വാർഷികത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ജോ ലൈവ് മീഡിയ ഇന്ന് നിങ്ങൾക്ക് മുമ്പേ അവതരിപ്പിക്കുന്നത്. സാധാരണ വീഡിയോ കവറേജുകളിൽ നിന്നും അല്പം വ്യത്യസ്തതയോടുകൂടിയിട്ട് രാത്രിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ വീഡിയോ കവറേജുകൾക്ക് വളരെയധികം പരിമിതികളുണ്ട്. സൺഡേ സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ തന്നെ ഇരുളും വെളിച്ചവും ഇടചേർന്ന് ഉള്ളതായ ചില രംഗങ്ങളൊക്കെയും തന്നെ ചില സ്കിറ്റുകള്, മറ്റു ചില പ്രോഗ്രാമുകള്, ഇവയൊക്കെയും തന്നെ കോർത്തിണക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും ഏതാണ്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് എന്ന് തുറന്നു പറയുകയാണ്. കാരണം യൂട്യൂബിൻ്റെതായിട്ടുള്ള സമയപരിധി നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. വീഡിയോയുടെ ടോട്ടൽ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഫുൾ കവറേജ് വീഡിയോ അല്ല എന്നുള്ളത് മുൻകൂട്ടി സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അറിയിക്കട്ടെ. സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ജോ ലൈവ് മീഡിയ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാര്യങ്ങൾ അച്ഛൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയെ അലങ്കരിക്കും. അതോടൊപ്പം ഈ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വികാരിച്ചന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൃത്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു യൂണിറ്റിൽ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ ഗംഭീരമാകണമെങ്കിൽ അതിൻ്റെ വലിയൊരു ചട്ടക്കൂട് അതിരൂപതയുടെ നിർദ്ദേശങ്ങളാണ് യൂണിറ്റ് വഴി നടത്തപ്പെടുക. മൊറേലി അച്ഛനും നിഖിലച്ഛനും ഒരു ടീം വർക്ക് അവിടെ നടത്തുന്നു, ഊണും ഉറക്കവുമില്ലാതെ. എനിക്ക് തോന്നുന്നു ഒരു മെയ് മാസം മുതൽ അടുത്ത മെയ് വരെ നിർത്താൻ ഡേവിഡ് സാറുണ്ട്. ഡേവിഡ് സാറിൻ്റെ ജോലി, അതോടൊപ്പം ഇടവകയുടെ അച്ഛനുമായിട്ട് ചേർന്ന വൈസ് ചെയർമാൻ, ഒപ്പം കാറ്റഗിസം അധ്യാപകൻ 10ാം ക്ലാസ് വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. സാറിന് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അറിയില്ല. ഒത്തിരി തിരക്കുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇതൊന്നും ആ മുഖത്തും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും വളരെ നിഷ്കളങ്കനായിട്ടാണ് നമ്മുടെ ഷെഡിൽ വണ്ടി വെച്ചിട്ട് ഒന്ന് ചരിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ ആ നടത്തവും ചരിവും ഒക്കെ ഒരു സമർപ്പണത്തോട് കൂടിയുള്ളതാണ്. സാറിനെയും ഒരു വൈസ് ചെയർമാൻ എന്ന നിലയിലും മതാധ്യാപകൻ എന്ന നിലയിലും ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. നമുക്ക് PCC മെമ്പേഴ്സ് 6 പേരുണ്ട്. 3 അമ്മച്ചിമാരും 3 അപ്പച്ചന്മാരും. അവരുടെ ഒക്കെ പ്രതിനിധിയായിട്ട് റോബർട്ട് ഇവിടെയുണ്ട്. റോബർട്ട് സാറ് വർഷങ്ങൾക്ക് മുമ്പ് കാറ്റഗിസം അധ്യാപകനായിരുന്നു. ജോലി തിരക്ക് മൂലം സാറിന് പറ്റുന്നില്ല. അത് വളരെ മാന്യമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞു പോയതാണ്. അപ്പൊ വീണ്ടും ഈ വിശ്വാസ പരിശീലന വിഭാഗത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ കൂടി അധ്യാപകരുടെ നമ്മുടെ മുൻ അധ്യാപകനും ഇപ്പോൾ PCC മെമ്പറുമാണ് സെക്രട്ടറി സ്നേഹ, വിശ്വാസ പരിശീലകര്, ഒപ്പം തന്നെ നമ്മുടെ ക്രിസ്റ്റി സാറ്, വറി സാറ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുക. കാരണം ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറം നമ്മുടെ വാർഷികാഘോഷങ്ങൾ പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ ചെയ്ത പ്രകാരം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഏകദേശം 1.5-2 മാസമായിട്ട് പലവിധ മീറ്റിങ്ങുകൾ കൂടി എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചും കുഞ്ഞു കാര്യങ്ങൾ വരെ പല കാറ്റഗറിയായിട്ട് തിരിഞ്ഞ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചും ഏറ്റെടുത്തൊക്കെ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് അച്ഛനെയും മറ്റെല്ലാ അധ്യാപകരെയും നല്ലൊരു കയ്യടിയോടെ നമുക്ക് അഭിനന്ദിക്കാം.
അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇന്നൊരു വെറൈറ്റി ഉണ്ടാകും, ഒരു പെർഫെക്ഷൻ കാണും. കാരണം ചില്ലറ പരിപാടി എന്നല്ല, അതിൻ്റെ പുറകിലെ പ്ലാനിങ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആ കുത്തിയിരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഓരോന്ന് എഴുതി തയ്യാറാക്കി കാറ്റഗറി തിരിച്ച് അങ്ങനെ എല്ലാം മനോഹരമാക്കിയിട്ട് സമയങ്ങൾ അത് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അവർ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇന്നലെയും ഇന്നൊന്നും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക്? കാറ്റിസം വാർഷികം നടക്കുമ്പോൾ ഒരു വിചാരിച്ച് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ. കാരണം എൻ്റെ മനസ്സിൽ അത്രയധികം കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ എല്ലാ അധ്യാപകരും, PCC മെമ്പേഴ്സും മറ്റെല്ലാവരും ഇതിനോട് ചേർന്ന് എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഭംഗിയായിട്ട് ചെയ്യും. ആ ടീം അതുപോലെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അധ്വാനിക്കാൻ മനസ്സുണ്ട്. അതിൻ്റെ ഉയർച്ചകളിലേക്ക് അവരെത്തുമെന്നുള്ളത് കൊണ്ടാണ് ഇന്നലെയും ഇന്നും ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫുൾ ഫ്രീ ആയിട്ട്, യാതൊരു ടെൻഷനും ഇല്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഡീക്കനും ഇതുപോലെ തന്നെയാണ്. സിസ്റ്റർ ലിച്ചി ഉണ്ടായിരുന്നു. അവരുടെ അസാന്നിധ്യത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുക. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം ലെവൽ എന്നൊക്കെ പറയുക. അവര് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഘട്ടം വാർഷികം വരുമ്പോഴേക്കും ഈ അധ്യാപകരും ഇതുപോലെ ആനിമേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികളെ ഇതുപോലെ പ്ലാൻ ചെയ്യിപ്പിച്ച് വളർത്തുക. അതായത് വിശ്വാസ പരിശീലനം എന്നുള്ളത് വിശ്വാസ പരിശീലനം മാത്രം കാറ്റീസം ബുക്കുകളിൽ നിന്ന് പകർന്നു കൊടുക്കൽ മാത്രമല്ല, കുറേ കാര്യങ്ങളിലൂടെയൊക്കെ അവരെ പഠിപ്പിച്ച് ഒരു ഇൻ്റഗ്രൽ ഫോർമേഷൻ, സമഗ്ര വളർച്ച കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോവുക. തോമസ് മുരൻ സാറിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി സ്നേഹ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഒത്തിരി സ്നേഹം നിറഞ്ഞ മനസ്സിൽ മൈപ്പാനച്ച, സ്നേഹം നിറഞ്ഞ ബൈജു പൗലോസ, സിസ്റ്റർ ആനി ചക്കിയത്ത്, റോബർട്ട് കൊലങ്ങണി, ശ്രീ ഡേവിസ, ക്രിസ്ത്യൻ വർഗീസ്, ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഞാനധികം ഉദ്ഘാടനങ്ങൾക്കൊന്നും പോയിട്ടില്ല, അതിനുള്ള പ്രായമായിട്ടില്ല. ഞാൻ ഈ പോസ്റ്റ് കിട്ടിയതിന് ശേഷം ഈ അതിരൂപത വിശ്വാസ പരിശീലനത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്ക് കൂടുതലും കിട്ടുന്നത് ഉദ്ഘാടനത്തിനാണ്. ഈ ഉദ്ഘാടനം ചെയ്യുന്നത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ആക്ച്വലി ഇതിൻ്റെ ട്രാക്കിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. എന്നെ മനസ്സിൽ മൈപ്പാനച്ചൻ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കുർബാനയ്ക്കായിരിക്കും, വല്ല പ്രസംഗത്തിനായിരിക്കും. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കാറ്റഗിസം വാർഷികമാണ്, വന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ ആദ്യം ചോദിച്ചു, ഞാനോ? എനിക്കറിയില്ലായിരുന്നു കാറ്റഗിസം അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങനൊരു ഉത്തരവാദിത്തം കൂടി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വരാം, സന്തോഷമുള്ളൂ, അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. അത് കഴിഞ്ഞ് അച്ഛൻ വിളിച്ചു. വികാരിച്ചൻ പറഞ്ഞതിന് അടിവര ഇടാൻ വേണ്ടി അച്ഛൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ കാറ്റഗിസം വാർഷികമാണ്,
വരണം, ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, വരാം, സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ഉദ്ഘാടനമാണ്. ഇന്നത്തെ അല്ല, കാറ്റഗിസം അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഷം. അതിൻ്റെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ഇടവകയുടെ പരിധിയിലും പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി ഒരു മനോഹരമായ സന്ധ്യ നിങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മുമ്പിൽ കാണുന്ന ട്രോഫികളുടെ എണ്ണം കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ കുട്ടികൾ ജഗജല്ലികളാണ്, വളരെ സ്മാർട്ടാണെന്നുള്ളത്. ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം റെഫക്ടോറിയൽ എന്നുള്ള പോസ്റ്റാണ്. പലവിധ ഉത്തരവാദിത്തങ്ങൾ സെമിനാറിലുണ്ട്. ഒന്ന് ഹോം മിനിസ്റ്ററാണ്, ആഭ്യന്തരമന്ത്രി ഒന്നുമല്ല, അടിയും തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. രണ്ടാമത്തെ ഉത്തരവാദിത്തം ഒന്ന് വർക്ക് മാസ്റ്ററാണ്, തൊഴിലുറപ്പാണ്. 4-4:30 ആകുമ്പോഴേക്കും തൂമ്പയും കോടാലിയും വാക്കത്തേക്ക് ആയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്ന് കൊടുത്തു വിടണം. പറമ്പിലുള്ള തേങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വരണം. അപ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നതാണ് ഈ വർക്ക് മാസ്റ്ററിൻ്റെ പരിപാടി. റെഫക്ടോറിയൽ എന്ന് പറയുന്നത് ഊട്ടുമുറിയുടെ കലവറയുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ വലിപ്പം കണ്ടിട്ടാണെന്ന് ഞാൻ പഠിച്ച എല്ലാ സെമിനാറിലും എനിക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. -9 റെഫക്ടോറിയലായിരുന്നു, ഡിഗ്രി പഠിക്കുമ്പോൾ റെഫക്ടോറിയലായിരുന്നു, ഫിലോസഫി തിയോളജി എന്ന മംഗലാപുരത്ത് തിയോളജി പഠിക്കുമ്പോഴും സംസ്ഥാനം വിട്ടുപോയാലും രക്ഷയില്ല, അവിടെ ഞാൻ റെഫക്ടോറിയലായിരുന്നു. എവിടെ ചെന്നാലും റെഫക്ടോറിയലാകുക എന്നുള്ളത് എൻ്റെ ഒരു ദൈവനിയോഗം പോലെയായിരുന്നു. ഇതിൽ ഞാൻ ഏറ്റവും ആദ്യമായത് മൈനസ്മാരിൽ പഠിക്കുമ്പോഴാണ്. മൈനസ്മാരിൽ റെഫക്ടോറിയലായിരിക്കുമ്പോൾ സംഭവം നമുക്ക് നല്ല രസമൊക്കെയാണ്, നല്ല പേരുള്ള പോസ്റ്റൊക്കെയാണ്. എങ്കിൽ കൂടിയും നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ വൈകുന്നേരം എല്ലാവർക്കും ഉണ്ടാക്കുന്ന അരിക്കലവും ഈ ചെമ്പും വാർപ്പൊക്കെ ഒന്ന് കഴുകി വെക്കണം എന്നുള്ളതാണ്. മക്കള് ആരെങ്കിലും സ്ഥിരമായിട്ട് ഇറച്ചി കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇറച്ചി മീനും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ ട്രൈ ചെയ്യാവുന്നൊരു മെത്തേഡാണ്. ഈ പച്ചക്കറി ഉണ്ടാക്കുന്ന പാത്രം കഴുകാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതുപോലെയല്ല ഈ ഇറച്ചി ഉണ്ടാക്കുന്ന പാത്രം, സാധനം പോവില്ല. വിമ്മൊക്കെ ചിലപ്പോൾ തോറ്റു പോകും, പ്രില്ലും തോറ്റു പോകും, നമ്മളിട്ട് ഉരച്ചൊരു പരിവോ. ഇതിലും വലിയ പാടാണ് ഈ അരി തിളപ്പിക്കുന്ന വാർപ്പ്. നിങ്ങൾ ഓർത്ത് നോക്കുക, ഏകദേശം ഒരു 10-200 എണ്ണത്തിന് ഉച്ചയ്ക്കും രാത്രിക്കുമായിട്ട് അരി തിളപ്പിക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5ാം ക്ലാസ്സുകാരന് സ്വിമ്മിംഗ് പൂളായിട്ട് ഉപയോഗിക്കാവുന്ന പാത്രമുണ്ട്. ഈ സാധനമാണ് ഞായറാഴ്ച കഴുകേണ്ടത്. അങ്ങനെ എനിക്ക് സാധാരണ ഇതിന് ഞായറാഴ്ച കഴുകാനായിട്ട് നമ്മളെ അവിടുത്തെ കുക്കായിരിക്കുന്ന ചേട്ടൻ സഹായിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ഞായറാഴ്ച ഈ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഉണ്ടാകില്ല, നിങ്ങൾ കഴുകി വെച്ചോണം. അപ്പൊ ഇത് ഞാനും എൻ്റെ കൂടെ കുറച്ച് പീക്കിരികളുണ്ട്, ഒരു 3 എണ്ണം ഉണ്ട്. ഞങ്ങളെടുത്ത് പൊക്കിയത് പോകില്ല. ഞാൻ മാത്രം വിചാരിച്ചപ്പോൾ എനിക്ക് മാത്രമേ വലിപ്പുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത് നടപടിയാവില്ല. എൻ്റെ ബാച്ചിലുള്ള ഏതാനും എൻ്റെ സുഹൃത്തുക്കളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അവരെ ഒന്ന് ഓർത്തു. അപ്പൊ എനിക്കറിയാം എൻ്റെ ബാച്ചുകാർ നല്ല സ്നേഹമുള്ളവർ, അതുകൊണ്ട് സഹായിക്കാനാണ്. എൻ്റെ പാത്രം എഴുതാനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റെണ്ണം പറ്റില്ല, നല്ല സ്നേഹമുള്ളവരുണ്ട്, അതുകൊണ്ട് എന്തായാലും പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്തു, അവരോട് ചെറിയൊരു അടവിറക്കി. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നൈറ്റ് പ്രയർ കഴിയുമ്പോൾ, രാത്രിയിൽ പള്ളിയിലെ പ്രാർത്ഥന കഴിയുമ്പോൾ ഊട്ടുമുറിയിലേക്ക് ചെറിയ സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകാണെന്ന് ഞാൻ പറഞ്ഞില്ല, സ്പെഷ്യൽ ഉണ്ട്, ഞാൻ നോണയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവര് 5 പേരെ പറഞ്ഞ് സെറ്റാക്കി എടുത്തു. ഞാൻ ഇത് കഴിഞ്ഞ് നൈറ്റ് പ്രയറൊക്കെ കഴിഞ്ഞപ്പോൾ പ്രയർ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പോരെന്ന് പറഞ്ഞാൽ അവർക്ക് കഴുകാനുള്ള വാർക്ക് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടി ചെന്നു. അപ്പോഴാണ് എന്നെ വൈസ് റെക്ടറസിനെ വിളിക്കുന്നത്. നമ്മുടെ സെമിനാരിൽ ഈച്ചയുടെ ശല്യം ഊട്ടുമുറിയിൽ കൂടി വരുന്നുണ്ട് പടയാട്ടി. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഈച്ച വിഷം വയ്ക്കാം. ഒരു പാത്രത്തിൽ ഒരല്പം തരിതരി പോലെ ഇരിക്കുന്ന ഒരു തരം സാധനം വെച്ചതിൻ്റെ തന്നൊരു പാക്കറ്റ് തന്നിട്ടുണ്ട്. ഇതെല്ലാം മേശപ്പുറത്തും രാത്രിയാകുമ്പോൾ വെച്ചാൽ മതി, രാവിലെ ആകുമ്പോൾ ഈച്ച ചത്ത് കിടക്കണ്ടാവും, അതങ്ങോട്ട് മടിച്ചെടുത്ത് ഇട്ടാൽ മതി. അപ്പം ഞാൻ അത് മേടിച്ച് ഞാനവിടെ ഊട്ടുമുറിലവിടെ കൊണ്ട് വെച്ചു. അതിനുശേഷം ഞാൻ ആലോചിച്ചപ്പോൾ വെറുതെ സ്പെഷ്യലിന് വിളിച്ച് പാത്രം കഴുകി ഉമ്മാർ പോവില്ല. അപ്പോൾ സാധാരണ രീതിയിൽ സ്ഥാപനങ്ങളിൽ ഈ രാവിലെ ബ്രെഡാണ് കൊടുക്കുക, ഉച്ചയ്ക്ക് ഇറച്ചിയും കായും. അപ്പം ഈ സാധനം
ഇറച്ചി കഴിഞ്ഞാൽ അതിൻ്റെ ആ അരപ്പ് അവിടെ ഇരിക്കില്ല, അതിന് ബ്രെഡ് മടിച്ച് എൻ്റെ കൂട്ടുകാരെ കഴിച്ചോളൂ. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദരണീയരെ, ശ്രീ വർഗീസ് തലീത് സാറ് ഏകദേശം 31 വർഷം ഈ വിശ്വാസ പരിശീലന വിഭാഗത്തോടൊപ്പം ഉണ്ടായിരുന്നു. വർഗീസ് സാറിൻ്റെ ക്ലാസ്സുകൾ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു വിശ്വാസ പരിശീലന വേദി മാത്രമായിരുന്നില്ല. കണക്കും സയൻസും രസതന്ത്രവും ബയോളജിയും ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനവും ഒക്കെ ആയിട്ട് നല്ല നല്ല തകൃതിയായിട്ട് പോയിരുന്നു. സാറ് വന്നപ്പോൾ മുതൽ 10ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ ചാർജ്. സാറിന് നന്ദിയോടെ ഞങ്ങൾ ഈ വിശ്വാസ പരിശീലന വിഭാഗം ഓർക്കുന്നു. 5 വർഷം സാറ് എച്ചമായിട്ട് സേവനം ചെയ്തു. അതുപോലെ ക്രിസ്റ്റി സാർ ഏകദേശം ഒരു 29 വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. സാറ് പലപ്പോഴും അസൗകര്യങ്ങൾ പറഞ്ഞ് ഈ അവസാന കാലമായപ്പോൾ നിന്നിരുന്നെങ്കിലും പിടിച്ചു നിർത്തി 3-4 വർഷം കൂടി നമ്മൾ കൂടെ കൂട്ടി. സാറ് വന്നിട്ടുണ്ട്. സാർ ഇപ്പോഴും കാറ്റീസത്തെ സഹായിക്കുന്നു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സമ്മാനങ്ങൾ ഞാനും സാറിന് എപ്പോഴും എറണാകുളത്ത് യാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാറിന് ചെയ്യവും ഈ കടകളൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ സാറിനെയാണ് ആശ്രയിക്കുക ചിലപ്പോഴൊക്കെ മിക്കവാറും. അതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാൻ അതിരൂപത വഴി കടന്നു പോകുമ്പോൾ എന്നോട് പറയും സാറിന് മെസ്സേജ് അയച്ചാൽ മതി, ഇടയ്ക്കൊന്ന് വാങ്ങിയൊന്നുകൂടി ഒരു മെസ്സേജ് അയക്കണം. ബുക്കുകളുടെ എണ്ണം മാത്രം പോലെ വാങ്ങിയൊന്നുകൂടി അയക്കണം. അപ്പോൾ സാറ് നോക്കുമ്പോൾ വാങ്ങിക്കും, എന്നെ വീണ്ടും വിളിക്കും. അങ്ങനെ വിശ്വാസ പരിശീലന വിഭാഗത്തോട് ചേർന്നു, ഇവിടെ ഇല്ലാതിരുന്നിട്ടും ചേർന്ന് പ്രവർത്തിക്കുന്നു. 2 പേരെയും നമ്മൾ ഇന്ന് വിശ്വാസിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഒരു നല്ല കൈയടിയോടെ സ്നേഹബഹുമാന ആദരവോടെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതായിട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ വർഗീസാറിന്റെ കുടുംബാംഗങ്ങൾ ടീച്ചർ വന്നിട്ടുണ്ടോ? ടീച്ചറെ കൂടി ക്ഷണിക്കുകയാണ്. ക്രിസ്താന്റെ 2 കൊച്ചുങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് തനിച്ചാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സാർ പറഞ്ഞു. സാധിക്കുന്ന പോലെ സെന്ററിൽ നിൽക്കുക. 2 പേരെയും പൊന്നാട അണിയിക്കുന്നതിന് നിഖിലച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു നല്ല കയ്യിൽ നമുക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം കയ്യിൽ തന്നെയാണ്. മെമന്റോ നൽകുന്നതിനായിട്ട് ബൈജു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായിട്ട് വർഗീസ് സാറിനെയും കൃഷി സാറിനെയും ക്ഷണിക്കുന്നു. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഒരു കുഞ്ഞു വാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ. ഓക്കെ, താങ്ക് യു. സ്നേഹബഹുമാനപ്പെട്ട വ്യാഴാഴ്ച കാറ്റഗിസം അസിസ്റ്റന്റ് ഡയറക്ടർ, മദർ സിസ്റ്റർ, ഞാൻ കാറ്റഗിസം തുടങ്ങിയത് ദേവി സാറിൻ്റെ അച്ഛമായിരിക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകനാണ് ദേവി സാർ. റോബർട്ട് എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം സ്റ്റുഡൻ്റ് അവിടെ ഉണ്ട്. പിന്നെ ബൈജു സാർ, ഇരിക്കുന്ന മറ്റു മാതാപിതാക്കന്മാരെ, കുട്ടികളെ, എൻ്റെ പഴയ സഹോദരന്മാർ. ഏതാണ്ട് 1992 ജോസ് തോട്ടക്കരച്ചനാണ് എന്നെ കാറ്റഗിസം ഫീൽഡിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. ഞാൻ റിട്ടയർമെൻറ്റ് നടത്തിയപ്പോഴും ജോസച്ചൻ തന്നെയായിരുന്നു, ജോസ് കായങ്ങാത്തറച്ചനായിരുന്നു. അതാണ് 31 കാലത്തോളം എനിക്ക് സർവീസ് ചെയ്യാൻ സാധിച്ചു. അതിൽ എൻ്റെ 26-27 കൊല്ലവും 10ാം ക്ലാസ്സിലെ കുട്ടികളെ തന്നെയാണ് ഫോർമേഷൻ കൊടുത്തിരുന്നത്. അതെല്ലാം വളരെ വലിയ അനുഭവമായിരുന്നു. അതിൻ്റെ ഗുണങ്ങളെല്ലാം ജീവിതത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും എവിടെയെങ്കിലുമൊക്കെ വീഴ്ച വന്നു പോയി ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്
അതിലേറെ സന്തോഷം ഇവിടെ നിൽക്കുന്നത് ആൻസിലച്ഛൻ്റെ വാക്കുകളാണ്. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് അച്ഛൻ്റെ പ്രതീക്ഷകളെ കവച്ചു വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ എല്ലാ സാറുമാർക്കും ഇതിലൂടെ സഹകരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പാരൻസിൻ്റെ യൂണിറ്റിലും എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും ഭാവിയിലും അവർക്ക് കൂടുതൽ ഇതിനോട് സപ്പോർട്ട് ചെയ്ത് അച്ഛൻ്റെ എല്ലാ ഡ്രീംസും അതിനെ അച്ഛൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിൽ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന് ആശംസിക്കുന്നു. ഇങ്ങനൊരു സ്വീകരണം തന്നതിൽ ക്രിസ്റ്റി സാറിനും എനിക്കും ഇങ്ങനൊരു സ്വീകരണം തരാനും കാര്യങ്ങൾ ഒരുക്കാനും നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹാദരങ്ങൾക്കും കൃത്യമായ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ആദരവാർപ്പിച്ച് സംസാരിച്ച ജോസ് സാറിനും പൊന്നാടി അണിയിച്ച നിഖിൽ പടയപ്പിയച്ഛനും മെമ്മന്റോ നൽകിയ ബൈജു സാറിനും ആദരം ഏറ്റുവാങ്ങെത്തിയ വർഗീസ് സാറിനും ക്രിസ്തു സാറിനും നന്ദി. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഫൊറോന കാറ്റഗിസം പ്രൊമോട്ടർ ശ്രീ ബൈജു സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട അൻസിലച്ച, നിഖിലച്ച, ഇന്ന് ആദരവ് സ്വീകരിച്ച വർഗീസ് സാർ, ക്രിസ്റ്റി സാർ, ജോസ് സാർ, സിസ്റ്റർ ആനി, ചക്കീർ, റോബർട്ട്, ഡേവിസ് സാർ, ക്രിസ്ത്യൻ വർഗീസ്, സ്നേഹമുള്ളവരെ, ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നിഖിലച്ഛൻ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങുന്നു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ പായസം വിളമ്പി നിൽക്കുമ്പോൾ പായസം വിളമ്പിപ്പോൾ വെച്ചേക്കുമാണ്. ആ സമയത്ത് കുറച്ചുകൂടി ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മോശമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം സംസാരിക്കാനൊന്നും അറിയാൻ പാടില്ലാത്ത എന്നെ തന്നെ ക്ഷണിച്ചതിലുള്ള എന്താ പറയുക സന്തോഷം പറയുന്നതോടൊപ്പം അത് ഉപ്പാവാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ആരംഭിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസവും സന്മാർഗവും വളർത്തുന്ന നമ്മുടെ വിശ്വാസ പരിശീലന പഠനത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ സായമേളയിൽ നിങ്ങൾക്കേവർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു. നമ്മുടെ ഓരോ വാർഷികവും കഴിഞ്ഞ ഒരു വർഷത്തെ നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാനും അതുപോലെ തന്നെ ഒന്നിച്ചിരുന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാനും ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ തിരുത്തിക്കൊണ്ട് ജീവിതത്തിൽ ലഭിച്ച നന്മകൾക്കും നേട്ടങ്ങൾക്കും നന്ദി പറയുവാനുമുള്ള ഒരു അവസരമാണ്. വിശ്വാസത്തിൻ്റെ അറിവും മൂല്യവും പുതിയ തലമുറകൾക്ക് പകർന്നു നൽകുവാൻ കാറ്റഗിസം ക്ലാസ്സുകളും അതുപോലെ തന്നെ മതാധ്യാപകരുടെ പ്രയത്നവും വളരെ പ്രാധാന്യമേറിയതാണ്. കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും ദൈവിക കാര്യങ്ങളിൽ ബോധ്യമുള്ളവരാക്കുവാനും ദൈവസ്നേഹത്തിന് അവരെ വളർത്തുവാനും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുവാനും ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാനും കാറ്റഗിസം സഹായിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഈ പഠനങ്ങളിലൂടെ അനേകം മക്കൾ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുകയും ദൈവസ്നേഹത്തിൽ വളരുകയും ചെയ്യുന്നു. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുക നമ്മുടെ ഇടവകയുടെ ആത്മീയ ഗുരുവായ അൻസിലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ത്യാഗപൂർവം സേവനം ചെയ്യുന്ന മതാധ്യാപകരുടെ കൂട്ടായ പരിശ്രമമാണ്. ഈ അവസരത്തിൽ ഈ ഇടവകയിലെ എല്ലാ മതാധ്യാപകരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അവരെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജീവിതത്തിനും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നന്മകളും നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, സദസ്സിലിരിക്കുന്ന ഇടവക ജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ദിനം വാർഷികാഘോഷം കൂടുതൽ ഭംഗിയാക്കുവാൻ നമ്മുടെ മതബോധന വിഭാഗം വളരെയധികം ദിവസങ്ങളായി
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടെ തന്നെ നമ്മുടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടികളും ഇതിന് തുടർന്നുണ്ട്. ഇതിന് ഈ ദിവസത്തെ പ്രത്യേകതയും ഓർത്തുകൊണ്ടും ഇനി വരുന്ന ഓണാഘോഷത്തിന് ഓണാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പല രീതിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടുള്ള എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. നഴ്സറി സ്കൂൾ മുതൽ PG മുതൽ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലെല്ലാം തന്നെ ചെറിയ തോതിലെങ്കിലും യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് എളിയ തരത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നേഹം എന്താണെന്നോ അതല്ലെങ്കിൽ സേവനം എന്താണെന്നോ അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് ഈ മേഖലകൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ മതബോധന വിഭാഗം ആളുകൾ അല്ലെങ്കിൽ അധ്യാപകർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഉയർന്ന് വലിയ മക്കളായി തീരുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഒരു ചെറിയൊരു സംഭവം പറയുകയാണ്. 1924 ഒക്ടോബർ 2-ാം തീയതി ഗോവൻ തുറമുഖത്ത് നിന്നും 2 സ്ത്രീകൾ ലോകം ചുറ്റി സഞ്ചരിക്കാൻ പുറപ്പെട്ടു. ദിൽനാക്കെ, അതായത് കോഴിക്കോട് സ്വദേശിയായ ദിൽനാക്കയും അതുപോലെ തന്നെ പുതുച്ചേരി സ്വദേശിയായ രൂപ അഴഗിരിസ്വാമിയും, 2 പേരും നേവി ഉദ്യോഗസ്ഥരാണ്. അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലോകം ചുറ്റി സഞ്ചരിച്ച് വരാമെന്നുള്ളത്. ഏകദേശം 8-9 മാസമെടുത്ത് ഈ 2025 മെയ് മാസം 29-ാം തീയതി അവരുടെ യാത്ര പൂർത്തിയാക്കി വന്നപ്പോൾ അവരെ സ്വീകരിക്കുവാനായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓൺ കർമ്മം നിർവഹിച്ചു. അവരുടെ ആ അർപ്പണബോധം അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ തീക്ഷ്ണത കൊണ്ട് അവർക്ക് ഈ ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് സാധിച്ചു. INS തരുണി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പായ്ക്കപ്പലിലാണ് അവർ യാത്ര തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യന്ത്രം കൊണ്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല, കാറ്റിന്റെ ഗതി അനുസരിച്ച് പോകുന്നതാണ്. അവര് ആ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ഇതിന്റെ പ്രചോദനം ചോദിച്ചപ്പോൾ ഒരു കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ടാണ് ഈ ലോകം ചുറ്റി സഞ്ചരിച്ച് കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ സഞ്ചരിച്ച് ഈ യാത്ര അവസാനിപ്പിക്കാനായിട്ട് ഊർജം കിട്ടിയത് ഞങ്ങളുടെ മനസ്സിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ യേശു എന്ന ഊർജം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മതബോധന വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മകളും നേരുന്നു. ഒരു ചെറിയ കർത്തവ്യം കൂടി എനിക്ക് ബാക്കിയുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ മതബോധന വിഭാഗം ഇവിടെ വളരെ മനോഹരമായി നടത്തുമ്പോൾ അതിന്റെ അമരക്കാരനായിട്ടുള്ള ജോസാറിനെ നമുക്കറിയാം. കഴിഞ്ഞ 41 വർഷമായി സ്വന്തം വീട്ടിലെ കർത്തവ്യങ്ങൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഇടവക സമൂഹത്തിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജോസാറുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് അർപ്പണ മനോഭാവത്തോടും സ്വന്തം വീട്ടിലെ കാര്യങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഇവിടെ വന്ന് നമ്മൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തതാണ്. അദ്ദേഹത്തിന്റെ കർത്തവ്യ മനോഭാവത്തെ കുറിച്ചിട്ട് 1984 അദ്ദേഹം ഇവിടെ സേവനം തുടങ്ങി. ഇപ്പോൾ 2025 ആകുമ്പോൾ 41 വർഷമായി. അദ്ദേഹം ഏകദേശം ഒരു 6 വർഷത്തോളം അതിരൂപത പ്രൊമോട്ടറായിരുന്നു. ഏകദേശം 8-9 വർഷത്തോളം നമ്മുടെ ഇടവകയിലെ ഹെഡ് മാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ആദരിക്കുവാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ഹാർദവുമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ ജോളി ചേച്ചിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ജോമോള്, അദ്ദേഹത്തിന്റെ ജോമോളിന്റെ ഭർത്താവ് ആന്റണിയെയും, ഇവരെ 3 പേരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അവരിവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ആദരം അർപ്പിക്കാനായിട്ട് നമ്മുടെ ഷോളണിച്ചത് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ നിഖിൽ പടയാട്ടി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് മെമെന്റോ കൊടുത്ത് ആദരിക്കാനായിട്ട് അതിരൂപത പ്രൊമോട്ടറായിട്ടുള്ള ബൈജു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്
മതബോധന വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഉപകാരം നൽകുവാനായിട്ട് നമ്മുടെ ഇടവക വികാരിയായിട്ടുള്ള അൻസിൽ മൈപ്പാനച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഇതിന് മറുപടി പറയാനായിട്ട് ജോസ് സാറിനെ 2 വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മൈക്ക് കാണുമ്പോൾ ഹരമാണ് ചില സമയം. പക്ഷെ ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ചില സങ്കടങ്ങൾ നമുക്ക് സന്തോഷത്തിൽ വരാറുണ്ട്. ഈ 40 വർഷത്തിൻ്റെ ഭാരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അച്ഛനും കൂടി ചെയ്തതാണ്. എനിക്ക് ഓരോ ഞായറാഴ്ചയും പുതിയതാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ളവർ ചിലപ്പോൾ 40 ആയിട്ടുണ്ടാവില്ല, 15, 10, 1, 2, 20. ഇവരാരും മോശക്കാരല്ല. അങ്ങനെ നമ്മൾ കാണരുത്. ഇപ്പം എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പുകഴ്ത്തേക്ക് സംസാരിച്ചു, നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. പക്ഷെ നമുക്ക് ഒരു വികാരച്ചനും ഒരു ടീമും പ്രവർത്തിക്കുമ്പോൾ ഇപ്പം മിക്കവാറും അച്ഛൻ പ്രധാനമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യുന്നത് ഒരു HM-നോടാണ്. അത് എല്ലാ ഇടവകയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 16 വികാരച്ചന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ താളത്തിനൊത്ത്, താളം വൈസ് എല്ലാവർക്കും ഉണ്ട് ഒരു താളം, ഒരു ജീവിത താളം. ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്. ഒരു ജീവിത താളം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, വികാരച്ചന്മാർക്കുണ്ട്. അവരുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ അല്ലെങ്കിൽ ആടാൻ, പാടാൻ, കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു പോറൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പരിശോധിക്കുന്നു. ഇപ്പൊ അൻസിലച്ഛനെ എത്തിക്കുമ്പോൾ അച്ഛൻ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം ഒത്തിരി കുട്ടികൾ അവിടെയൊക്കെ നിൽപ്പുണ്ട്. 86 വരെയുള്ള കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ നന്ദി. എല്ലാവരെയും പരമാവധി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അവർ പറയുന്ന കുഞ്ഞു കുഞ്ഞു നോണകളിലേക്ക് ഞാൻ വലിഞ്ഞു കയറി ചെല്ലാറുണ്ട്. ഞാൻ ഇന്നോർക്കുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ പോകാതെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിനവരുടെ അപ്പച്ചന്മാര് അവർ കൃത്യമായിട്ട് ട്യൂഷൻ ഫീസ് പോകാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ട്യൂഷന് പോകാതിരുന്നത് ഞാൻ നാടകം പഠിപ്പിച്ചത് കൊണ്ടോ ദൃശ്യാവതരണം പഠിപ്പിച്ചത് കൊണ്ടോ അല്ല. അതൊരു വലിയ കഥയാണ്. അവരുടെ സാറ് ഒരു എന്താ പറയാ, ക്രൂരന്മാരായിട്ടുള്ള സാറന്മാരും ഉണ്ട്. ഞാൻ കാറ്റീസിന്റെ കാര്യമല്ല പറയുന്നത്, ട്യൂഷൻ സെന്ററുകളിലും സ്കൂളുകളിലും. അപ്പോൾ അങ്ങനെ സാറിനെ ഫേസ് ചെയ്യാനും സാറിനെ അനുസരിക്കാനും മടി കാണിച്ചുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിന് പോയിട്ടില്ല. പക്ഷെ അവരാരും പൈസ നശിപ്പിച്ചിട്ടില്ല. പൈസ കൃത്യമായിട്ട് അവരുടെ ബുക്കിലും പോക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പൈസ വീടുകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നോട് അവർ നുണ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് നുണ പറയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് കൂടെ ആയിരുന്നത് കൊണ്ടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്നും 16 ആയിട്ടിരിക്കുന്നു. അത് കുട്ടികളുടെ മനസ്സിൽ കുട്ടികളോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒത്തിരി നന്ദി. ഈ കൈതാരം ഇടവക ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വികാരിയച്ഛൻ ആരൊക്കെയോ പറഞ്ഞ്, കഥകൾ കുറെ പറയാറുണ്ട്, ആരൊക്കെയോ പറഞ്ഞ് ഒരു പേര് വന്നു, വഴിതെറ്റിപ്പോകാനും മറ്റ് ഈശ്വരവിശ്വാസം ഇല്ലാത്ത മേഖലയിലേക്ക് ചേക്കാനും നമുക്ക് അങ്ങനെ ഒരു ടീമിലായിരുന്നു. തെരുവുനാടകം കളിച്ചും അടുത്ത യൂണിറ്റിലേക്ക് പോയി വേറെ യൂണിറ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ തന്നെ തെരുവുനാടകം ഉണ്ടാക്കിയും പാട്ട് പാടിയും ചെണ്ട കൊട്ടിയൊക്കെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ പോകേണ്ടതായിരുന്നു. അപ്പൊ എന്തുകൊണ്ടോ ഈ ഇടവക ഇവിടെ ഉണ്ടായി. ഞാൻ ഈ കൈതാരം പള്ളിയിൽ നിന്ന് കിട്ടാത്ത ഒരു അനുഗ്രഹവും എൻ്റെ വീട്ടിലില്ല, എനിക്കില്ല. അപ്പൊ ഞാൻ ഈ പള്ളിയെ സ്നേഹിക്കുന്നു, ഇവിടെ വന്ന എല്ലാ വികാരികളെ സ്നേഹിക്കുന്നു. ഇവിടെ മാതാപിതാക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരെയും ഞാൻ എൻ്റെ കുട്ടികൾ, അബ്ദുൽ കലാം പറഞ്ഞതുപോലെ മുൻപിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടേതല്ല എന്ന് തോന്നുന്നുവോ അന്ന് ഞാനിത് നിർത്തും. അപ്പൊ എൻ്റെ കുട്ടികളായിട്ടാണ് ഞാൻ കാണുക. അപ്പൊ ഒത്തിരി നന്ദി, സ്നേഹം. എന്തെങ്കിലുമൊക്കെ പോറൽ ആർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നിർത്തുന്നു. ഈ പൊതുസമ്മേളനം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ നന്ദി അർപ്പിക്കുന്നതിനായി സ്കൂൾ ലീഡർ ക്രിസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ അൻസിൽ മൈപ്പാൻ, ഉദ്ഘാടകൻ ഫാദർ നിബിൽ പടയാട്ടി, സ്വാഗതം ആശംസിച്ച നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോസഫ്, റിപ്പോർട്ട് അവതരിപ്പിച്ച സ്നേഹ ടീച്ചർ, ആശംസ അർപ്പിച്ച വിശിഷ്ട വ്യക്തികളെ,
സ്നേഹോദാരങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രീ വർഗീസ്, ശ്രീ ജോസ്, ക്രിസ്റ്റി സാർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് നാം ഏറെ നാളായി കാത്തിരുന്ന നമ്മുടെ വേദപാഠ ക്ലാസിന്റെ വാർഷികം ആഘോഷിക്കുകയാണ്. ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്നത്തെ വാർഷികാഘോഷത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ ഇടവകയുടെ ആത്മീയ പിതാവായ ആൻസൽ അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ അത്യർത്ഥമായ നന്ദി അർപ്പിച്ചു. നമ്മുടെ ഈ വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വേദപാഠം ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ സ്നേഹബഹുമാനിയായ നിഖിൽ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ജോസാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച കൊറോണ വേദപാഠം പ്രമോട്ടർ ശ്രീ ബൈജു സർ, മദർ സുപ്പീരിയർ സിസ്റ്റർ ആനി ചെക്കിയത്ത്, PCC മെമ്പർ ശ്രീ റോബർട്ട് സർ, വൈസ് ചെയർമാൻ ശ്രീ ഡേവിസ് സർ, ഇന്ന് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ മുൻ പ്രധാന അധ്യാപകൻ ശ്രീ വർഗീസ് സർ, അധ്യാപകനായ ക്രിസ്റ്റി സർ, 41 വർഷക്കാലമായി സേവനമനുഷ്ഠിക്കുന്ന ഇപ്പോഴത്തെ പ്രധാന അധ്യാപകൻ ശ്രീ ജോസഫ്, ഇവരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്വർഗം താനിറങ്ങി മാതാവിൻ മടിയിൽ
കമലപ്പുൽച്ചാടി പുള്ളിപ്പുൽച്ചാടി ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി തുള്ളിത്തുള്ളിയലപ്പ് കൂട്ടില്ലാതിരിപ്പ് നീയോ ഞാനോ ഞാനോ നീയോ പുൽച്ചാടി ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി അദ്ദേഹത്തിന് ഒരു നല്ല കൈയടി കൊടുക്കുന്നു. താങ്ക് യു മോളെ, നന്നായിരുന്നു കേട്ടോ. Oh
പോകുന്ന പൂക്കളുമായി. പ്രിയ കലാസ്നേഹികളെ, എന്റെ കഥ കേൾക്കുന്നത് ഇവിടെ എങ്ങുമല്ല. അല്ല, അതൊരു സ്റ്റൈലിനെ ഞാൻ പറയുന്നതാണ്. അത് നമുക്ക് മാറ്റിപ്പിടിക്കാം. സ്നേഹമുള്ളവരെ, അതാ അങ്ങോട്ട് നോക്കൂ. അപ്പൊ ഈ സൈഡും പോട്ടെ. ഞാൻ നിന്നെ കാണിച്ചു കൊടുത്തതല്ല. കഥാപ്രസംഗത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് 4 വശം നോക്കാൻ പറയും, പുറകിൽ നോക്കാൻ പറയും, എന്റെ കഥ എടുക്കുന്ന ഇവിടെയാണെന്ന് പറയും. വേണ്ട, നമുക്ക് ഈ സൈഡ് വിടാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. കണ്ടില്ലേ? കഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലെ മാത്രം. കഥികനല്ല, പിന്നാര അല്ല, അത് ആരാ? അത് നമുക്ക് നിർത്താം. നമ്മുടെ പ്രോഗ്രാമില്, അടുത്ത പ്രോഗ്രാമിലെ കുട്ടികൾ വഴിയാണ്, നമുക്ക് വേദി വഴിയാം.
ഒരു നല്ല കഴിയും കേട്ടോ.
അമിത്തായി പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ട്. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിലേക്ക് പോവുക. എന്നാൽ യോന താർശീഷിലേക്കാണ് പോയത്. അവനൊരു കപ്പലിൽ കയറി യാത്ര തുടർന്നു. ദൈവസന്നിധിയിൽ നിന്നകന്ന് താർശീഷിൽ ചെന്നൊളിക്കാമെന്നത് കരുതി. കടൽ ക്ഷോഭമായി. കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു. കപ്പൽ യാത്രക്കാർ അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിച്ചു. ഒപ്പം കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ അവർ തീരുമാനിച്ചു. ചരക്കുകളെല്ലാം ഓരോന്നായി കടലിലേക്ക് എറിഞ്ഞു. ഈ സമയം യോന കപ്പലിന്റെ ഉള്ളറയിൽ ഉറങ്ങുകയാണ്. എന്താണ് ഇതിനർത്ഥം? അവർ പരസ്പരം ചോദിച്ചു. ആര് നിമിത്തമാണ് ഈ അർത്ഥമെന്നറിയാൻ അവർ നറുക്കിട്ടു. യോനായ്ക്കാണ് നറുക്ക് വീണത്. അവർ യോനായെ പിടിച്ച് കടലിലേക്ക് എറിഞ്ഞു. കടൽ ശാന്തമായി. യോനായെ വിഴുങ്ങാൻ വലിയൊരു മത്സ്യത്തെ ദൈവം നിയോഗിച്ചിരുന്നു. യോന ചെന്ന് വീണത് ആ മത്സ്യത്തിന്റെ വായിലേക്കായിരുന്നു. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന ദൈവത്തോട് പ്രാർത്ഥിച്ചു. യോനായെ കരയിലേക്ക് ഛർദ്ദിക്കുന്നു. യോന, നീ എഴുന്നേറ്റ് നിനിവേയിലേക്ക് പോവുക. നിനിവേയിലേക്ക് അവൻ ചെന്നു. നിനിവേ നിവാസികളോട് സംസാരിക്കുന്നു. നിനിവേ നിവാസികൾ ചാക്കൊടുത്ത് ചാരം പൂശി പശ്ചാത്തപിച്ച്
മാനസാന്തരപ്പെട്ടു. ദൈവത്തിന് അവരുടെ മേൽ അലിവ് തോന്നി. അയക്കുമെന്ന് പറഞ്ഞ ദുരിതങ്ങൾ ദൈവം അയച്ചില്ല. യോനായ്ക്ക് അസംതൃപ്തിയും കോപവുമായി മാറുന്നു. ഇതാണ് ഞാൻ താർശീശിലേക്ക് ഓടിപ്പോകാൻ കാരണം. എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക, ജീവിക്കുന്നതിനേക്കാൾ മരിക്കാൻ ആണ് എനിക്കിഷ്ടം. കർത്താവ് ചോദിക്കുന്നു, യോന, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? യോന പുറത്തേക്ക് പോയി ഒരു കൂടാരം നിർമ്മിച്ചു. കൂടാരത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ അവൻ കൂടാരത്തിന്റെ കീഴിലിരുന്നു. പക്ഷെ നല്ല ചൂടായിരുന്നു. യോനായ്ക്ക് തണുപ്പും ആശ്വാസവുമേകാൻ ദൈവം ഒരു തണൽ മരത്തെ മുളപ്പിച്ചു. യോനായ്ക്ക് സന്തോഷമായി. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടില്ല. ഒരു പുഴുവിനെ അയച്ച് ആ ചെടി നശിപ്പിച്ചു. യോന വീണ്ടും കോപിക്കുന്നു. ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം? കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. ദൈവം പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് ചെടി മുളയ്ക്കുകയും അടുത്ത രാത്രിയെ നശിപ്പിക്കുകയും ചെയ്തു. നീ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും നിനക്ക് ആ ചെടിയോട് അനുകമ്പ തോന്നുന്നു. അങ്ങനെയെങ്കിൽ 1,20,000-ൽ പരം ജനങ്ങളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന നിനിവെ നിവാസികളോട് എനിക്ക് അനുകമ്പ തോന്നാതിരിക്കുമോ? പ്രിയരെ, കൈകൂപ്പി പ്രാർത്ഥനയിൽ കൂടുന്നു, കഴുത്തിൽ ജപമാലയും, നാവിൽ ജപനാമ മന്ത്രങ്ങളും, മനസ്സിൽ ഈശ്വരവിശ്വാസവും ഒക്കെയുണ്ടെങ്കിലും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത്തിരി അനുകമ്പ. ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. ഒത്തിരി നന്ദി. 2023-24 അധ്യയന വർഷങ്ങളിലെ ക്ലാസ് ടോപ്പേഴ്സ്, ഫുൾ അറ്റൻഡൻസ്, 2025-ലെ സ്കോളർഷിപ്പ്, 2024-25 വർഷങ്ങളിലെ എൻഡോവ്മെന്റ് പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ച കുട്ടികളെ ആദരിക്കുന്ന സമ്മാനദാന ചടങ്ങാണ് ഇനി. പേര് വിളിക്കുന്നതനുസരിച്ച് കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരൻസോ വേദിയുടെ ഈ സൈഡിൽ നിന്ന് ഏറ്റുവാങ്ങി ഈ ഫ്രണ്ട് സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോകുന്നതാണ്. ഇഷൽ സിജോ, 2024-25 ക്ലാസ് ഫസ്റ്റ്. ജോവിത ജിജു, 24-25 ക്ലാസ് ഫസ്റ്റ്. ദിയ ബിജോയ്, 24-25 ക്ലാസ് ഫസ്റ്റ്. ദിയ മരിയ ജോബി, 24-25 ക്ലാസ് ഫസ്റ്റ്. ഓസ്റ്റിൻ റോയ്, 24-25 ക്ലാസ് സെക്കൻഡ്. ഏഡൻ ആന്റണി, 24-25 ക്ലാസ് സെക്കൻഡ്. കെവിൻ ലൈജു, 24-25 ഫുൾ അറ്റൻഡൻസ്. എമീലിയ എലിസബത്ത്, 23-24 ക്ലാസ് സെക്കൻഡ്, 24-25 ക്ലാസ് ഫസ്റ്റ്. നേവ മാർട്ടിൻ, 24-25 ക്ലാസ് സെക്കൻഡ്. എലൈ മരിയ വിനോദ്, 23-24 ക്ലാസ് ഫസ്റ്റ്, 24-25 ക്ലാസ് സെക്കൻഡ്. ഏഡൻ സിനോജ്,
ഷെർവിൻ അനു 24-25 ഫുൾ അറ്റൻഡൻസ്. ഇവാനിയ മരിയ ഷിനിൽ 23-24 ക്ലാസ് ഫസ്റ്റ്, 24-25 ക്ലാസ് ഫസ്റ്റ്, 2025 സ്കോളർഷിപ്പ്. ഷെർവിൻ അനു. അടുത്തത് അൽന ജുവൽ 23-24 ക്ലാസ് ഫസ്റ്റ്, 24-25 ക്ലാസ് ഫസ്റ്റ്, 2025 സ്കോളർഷിപ്പ്. ആക്ച്വലി ജെനിഷ് 23-24 ക്ലാസ് ഫസ്റ്റ്, 24-25 ക്ലാസ് സെക്കൻഡ്. ആക്ച്വലി ജെനിഷ്. ആക്ച്വലി ജെനിഷ്. മരിയ ഡേസൺ 23-24 ക്ലാസ് ഫസ്റ്റ്. സേറ തോംസൺ 23-24 ക്ലാസ് സെക്കൻഡ്. അയന ബെൻസി 24-25 ക്ലാസ് ഫസ്റ്റ്. ആന്റണി സാബു 23-24 ക്ലാസ് സെക്കൻഡ്, 24-25 ക്ലാസ് സെക്കൻഡ്. ലിസ്ബിൻ ഫിജോ 23-24 ക്ലാസ് ഫസ്റ്റ്. ആരൺ ബോബി 23-24 ക്ലാസ് സെക്കൻഡ്. അന്ന ടെറ്റോ 23-24 ക്ലാസ് ഫസ്റ്റ്, 24-25 ക്ലാസ് ഫസ്റ്റ്, 24-25 ഫുൾ അറ്റൻഡൻസ്. ആൻസിയ ആന്റണി 23-24 ക്ലാസ് സെക്കൻഡ്. ഇമാനുവൽ റീസൺ 24-25 ക്ലാസ് സെക്കൻഡ്. ലെറിൻ ലൈജു 24-25 ഫുൾ അറ്റൻഡൻസ്. കെവിൻ സിബി 24-25 ഫുൾ അറ്റൻഡൻസ്. ഋതിക വീനസ് 23-24 ഫുൾ അറ്റൻഡൻസ്. ആഷ്ന ആന്റണി 23-24 ക്ലാസ് ഫസ്റ്റ്, 23-24 ഫുൾ അറ്റൻഡൻസ്, 24-25 ക്ലാസ് ഫസ്റ്റ്, 24-25 ഫുൾ അറ്റൻഡൻസ്, 2025 സ്കോളർഷിപ്പ്, 2025 എൻഡോമെന്റ്. ആൻസെറ എൻകെ 23-24 ക്ലാസ് സെക്കൻഡ്, 23-24 ഫുൾ അറ്റൻഡൻസ്. ഏബൽ സിനോജ് 23-24 ഫുൾ അറ്റൻഡൻസ്, 24-25 ഫുൾ അറ്റൻഡൻസ്. അഭിലാഷ് സി ബോബി 24-25 ക്ലാസ് സെക്കൻഡ്. അന്ന അമിക 23-24 ക്ലാസ് സെക്കൻഡ്, 24-25 ക്ലാസ് ഫസ്റ്റ്, 2025 എൻഡോമെന്റ്. ആൻഡി ആന്റണി 23-24 ക്ലാസ് ഫസ്റ്റ്, 24-25 ക്ലാസ് സെക്കൻഡ്, 2024 എൻഡോമെന്റ്. ആൻഡ്രേസ് മരിയ 23-24 ക്ലാസ് സെക്കൻഡ്, 24-25 ഫുൾ അറ്റൻഡൻസ്. അലീന മരിയ ലിജോ 23-24 ക്ലാസ് ഫസ്റ്റ്, 2024 എൻഡോമെന്റ്. തെരേസ ടെജോ 23-24 ക്ലാസ് സെക്കൻഡ്, 24-25 ക്ലാസ് സെക്കൻഡ്. പീറ്റർ ജോമോൻ 23-24 ഫുൾ അറ്റൻഡൻസ്, 24-25 ക്ലാസ് സെക്കൻഡ്. റിയോൺ രാജു 23-24 ഫുൾ അറ്റൻഡൻസ്, 24-25 ഫുൾ അറ്റൻഡൻസ്. ഡൈന ബിജോയ് 24-25 ക്ലാസ് ഫസ്റ്റ്, 2025 എൻഡോമെന്റ്.
റോസ്മോൾ 2024-25 ഫുൾ അറ്റൻഡൻസ്. ആൻലി സിജോ 2024-25 ഫുൾ അറ്റൻഡൻസ്. ദിയ മരിയ 2024-25 ഫുൾ അറ്റൻഡൻസ്. സേറ ആൻ 2024-25 ക്ലാസ് ഫസ്റ്റ്. അനയ തോമസ് 2023-24 ക്ലാസ് ഫസ്റ്റ്, 2024-25 ക്ലാസ് സെക്കൻഡ്, 2024 എൻഡോമെന്റ്. എമിൽ പോൾ 2023-24 ഫുൾ അറ്റൻഡൻസ്, 2024-25 ഫുൾ അറ്റൻഡൻസ്. ആൻഡ്രീസ റോയ് 2023-24 ക്ലാസ് സെക്കൻഡ്. അഞ്ജലീന ഷിബു 2023-24 ക്ലാസ് ഫസ്റ്റ്, 2024-25 ക്ലാസ് ഫസ്റ്റ്, 2024-25 ഫുൾ അറ്റൻഡൻസ്, 2025 എൻഡോമെന്റ്. സാറ സാബു 2023-24 ക്ലാസ് സെക്കൻഡ്, 2024-25 ക്ലാസ് സെക്കൻഡ്. നീമ മാർട്ടിൻ 2023-24 ഫുൾ അറ്റൻഡൻസ്, 2024-25 ഫുൾ അറ്റൻഡൻസ്. ഡാനിയൽ ഡേവിസ് 2024-25 ഫുൾ അറ്റൻഡൻസ്. സാനിയ സാജൻ 2023-24 ക്ലാസ് ഫസ്റ്റ്. ജോത്സ്ന ജോഷി 2023-24 ക്ലാസ് സെക്കൻഡ്. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. സമ്മാനദാനങ്ങൾ പെട്ടെന്ന് അത് ഗ്രൂപ്പായിട്ട് വെച്ചേർന്നു. ഒരുപാട് നന്ദി പറയുകയാണ്.